വിദ്യാഭ്യാസ മന്ത്രി എന്തുകൊണ്ടാണ് ഇതിനെ ഓവർ റൈഡ് ചെയ്ത് ഇത്തരത്തിലൊരു ഓർഡറിലേക്ക് പോയതെന്ന് എനിക്ക് അത്ഭുതം തോന്നുന്നു. മാത്രമല്ല സ്കൂൾ ആൻഡ് ലെറ്റ് ദ ഓർഡർ ബി സെർവ്ഡ് ഓൺ ദം. എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ചെയ്യേണ്ടിയിരുന്നത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയല്ല, ഓർഡർ അവർക്ക് സെർവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു ഡ്യൂട്ടിയും കൂടെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ട്. കുഞ്ഞിൻ്റെ മാതാപിതാക്കളും അതിന് റെഡിയായി നാളെ മുതൽ സ്കൂളിൽ അത്തരത്തിലൊരു സമീപനത്തിന് തയ്യാറാണെന്ന് പത്രമാധ്യമങ്ങളിലൂടെ അച്ഛൻ അറിയിച്ചിട്ട് പോലും വിദ്യാഭ്യാസ മന്ത്രി എന്തുകൊണ്ടാണ് ഇതിനെ ഓവർ റൈഡ് ചെയ്ത് ഇത്തരത്തിലൊരു ഓർഡറിലേക്ക് പോയതെന്ന് എനിക്ക് അത്ഭുതം തോന്നുന്നു. മാത്രമല്ല സ്കൂൾ മാനേജ്മെൻറ്റിന് ഇതുവരെ ഇത്തരത്തിലൊരു ഓർഡർ കൈപ്പറ്റിയതായിട്ട് അറിയില്ല. കാരണം അത്തരത്തിലൊരു ഓർഡർ ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ഹൈക്കോടതിയെ സമീപിച്ച് ഹൈക്കോടതി ഇതിനകത്ത് ഇൻ്റർവീൻ ചെയ്ത ഒരു സാഹചര്യത്തിൽ ഇഫ് ദർ ഇസ് ആൻ ഓർഡർ വി ഹാവ് ടു ചലഞ്ച് ഇറ്റ് ബിഫോർ ദ ഹൈക്കോർട്ട്. സോ ആ ഒരു ഓർഡർ അവരെ അറിയിക്കാതെ ഫേസ്ബുക്കിലൂടെ മന്ത്രി ഡിക്ലെയർ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. സോ ഇതിനെയൊക്കെ സർക്കാരിൻ്റെ ഒരു ഓവറായി ഇടപെടലല്ലേ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവിടെ ഒരു അമ്മയും കുഞ്ഞും തമ്മിൽ പരിഹരിക്കപ്പെട്ട ഒരു വിഷയം പോലെ സ്കൂൾ മാനേജ്മെൻറ്റും ഈ പേരൻസുമായിട്ട് സെറ്റിൽ ചെയ്യാൻ നാളത്തേക്ക് സംസാരിച്ച് തീർക്കാൻ വേണ്ടി വെച്ചിരുന്ന ഒരു വിഷയത്തിലാണ് ഇത്തരത്തിൽ വീണ്ടും എരുതിയിൽ എണ്ണ ഒഴിച്ച് വർഗീയത ആളിക്കത്തിച്ച് നമ്മൾ വിശ്വസിക്കുന്ന മതേതരത്വത്തെയും സെക്കുലറിസത്തെയും അതുപോലെ തന്നെ ഇക്വാലിറ്റിയെയും ഒക്കെ ബാധിക്കുന്ന തരത്തിലുള്ള നിലപാട് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് തന്നെ ഉണ്ടാകുന്നത്. ആൻഡ് ഇതേ പിണറായി സർക്കാർ തന്നെ മറ്റൊരു കേസിൽ കേരള ഹൈക്കോടതി കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ ഇപ്രകാരം വ്യക്തമായിട്ട് പറയുന്നു, സ്കൂളിൻ്റെ യൂണിഫോമിന് കോഡ് ഓഫ് കണ്ടക്റ്റ് അല്ലെ യൂണിഫോം എന്ന് പറയുന്നത് ഒരു ഇക്വാലിറ്റി ബിൽഡ് ചെയ്യുന്ന കാര്യമാണ്. സോ ഇത്തരത്തിലുള്ള ഹിജാബോ പർദ്ദയോ അനുവദിക്കാൻ പറ്റില്ല എന്ന് മറ്റൊരു സ്റ്റുഡൻറ് കേഡറ്റ്സിൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഹർജിയിൽ പറയുന്നുണ്ട്. സോ അന്ന് അവർ കൊടുത്ത അഫിഡവിറ്റിന് വിരുദ്ധമായിട്ട് ഇന്ന് ഇവർ മാറ്റി പറയുകയാണ്. മാത്രമല്ല നമുക്കറിയാം ഇത് ഭരണഘടനാ മൂല്യങ്ങളുടെ ഒരു സംരക്ഷണത്തിന് വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ, ഭരണഘടന ഉറപ്പ് തരുന്ന മൗലിക അവകാശങ്ങളുടെ സംരക്ഷണമാണോ എന്ന് ചോദിച്ചാൽ ഇത് സുപ്രീം കോടതി അൾട്ടിമേറ്റായിട്ട് ഈ കാര്യത്തിലൊരു ഡിസിഷൻ എടുത്തിട്ടില്ല. ഇപ്പോഴും ഒരു സ്പ്ലിറ്റ് വേർഡിക്റ്റാണ് സുപ്രീം കോർട്ടിലുള്ളത്. കേരള ഹൈക്കോടതിയുടെയും കർണാടക ഹൈക്കോടതിയുടെയും വിധി സ്കൂൾ മാനേജ്മെൻറ്റിന് അനുകൂലവുമാണ്. മാത്രമല്ല കേരള ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്ന ഒരു വിഷയമാണിത്. സോ അത്തരത്തിലൊരു വിഷയത്തിൽ കയറി പെട്ടെന്ന് നിലപാടെടുക്കുന്നു. അതൊരു രമ്യതയിൽ പരിഹരിച്ച ഒരു വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ഇടപെടുന്നു, അത് വീണ്ടും അതിനെ ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് എത്രമാത്രം ഉചിതമാണെന്നുള്ളത് സർക്കാർ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആൻഡ് ലെറ്റ് ദ ഓർഡർ ബി സെർവ്ഡ് ഓൺ ദം. എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ചെയ്യേണ്ടിയിരുന്നത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയല്ല, ഓർഡർ അവർക്ക് സെർവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു ഡ്യൂട്ടിയും കൂടെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ട്.